ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി, എനിക്ക് ഈ സമ്പത്ത് മുഴുവനും കിട്ടിയത് എന്റെ മിടുക്ക് കൊണ്ടാ, എന്റെ ഐഡിയ കൊണ്ടാണ് എനിക്ക് കിട്ടിയതെന്ന് അഹങ്കരിച്ച ഖാറൂൻ, ഈ ഖാറൂനിനെയും അവന്റെ സമ്പത്തിനെയും ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞ അല്ലാഹ് ആദ് സമൂഹത്തിന്റെ ആ വല്ലാത്ത ഒരു അക്രമപരമായ സമീപനം, മൻ അശദ്ദു മിന്നാ ഖുവ്വാ, നമ്മളെക്കാളും ശക്തന്മാരാരെങ്കിലും ഉണ്ടോ എന്ന് ലോകത്തോട് ചോദിച്ച, പ്രവാചകരോട് ചോദിച്ച ആ സമൂഹത്തിന് അല്ലാഹു നശിപ്പിച്ചില്ലേ? ഫൗഹ്ലികൂ ബിരിഹിൻ സർസറിൻ ആതിയാ, ആദ്യ വീശുന്ന ദുഗ്രമായ കാറ്റുകൊണ്ട് ആ സമുദായത്തിനെ നശിപ്പിച്ചു കളഞ്ഞില്ലേ? സമൂദ് ഗോത്രമറിയുമോ? കദ്ദബത്ത് സമൂദ് ബിതഗ്വാഹ, ധിക്കാരം മൂലം വ്യാജമാക്കിയ ആ സമുദായം ഇതിംബഅഫ അശ്കാഹ, ആ സമുദായത്തിൽ ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമായ ഒട്ടകത്തെ വധിക്കുന്നതിന് വേണ്ടി മതം പൊട്ടിയ ആനയെ പോലെ കടന്നു വന്നപ്പോ ഏറ്റവും ദുർഭാഗ്യവാനായ മനുഷ്യൻ അങ്ങോട്ട് എഴുന്നേറ്റപ്പോൾ ഫഖാല ലഹും റസൂലുള്ളാഹ്, ആ സമുദായത്തിന്റെ പ്രവാചകരായ സോലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ മനുഷ്യനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, നാഖത്തല്ലാഹി വസുഖിയാഹാ, ഇത് അല്ലാഹുവിന്റെ ഒട്ടകമാണ്, ഇതൊരു സാധാരണ അറേബ്യൻ ഒട്ടകമല്ല, ഇത് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണ്, ഈ ദൃഷ്ടാന്തത്തോട് നീ അടുക്കരുത്. വസുഖിയാഹാ, ആ ഒട്ടകത്തിന് കുടിക്കാനുള്ള വെള്ളത്തിന് നീ തടസ്സം നിൽക്കരുതെന്ന് പറഞ്ഞപ്പോൾ ആ നബിയുടെ വാക്ക് കേൾക്കാതെ ഫകദ്ദബൂഹു ഫഅഖറൂഹാ, ആ നബിയുടെ വാക്കുകളെ കളവാക്കിക്കൊണ്ട് ആ ഒട്ടകത്തെ അറുത്തുകളഞ്ഞ കുദാർ എന്ന് പറയുന്ന നിഷ്ഠൂരനായ മനുഷ്യനെയും അതിന് കൂട്ടുനിന്ന സമുദായത്തെയും ഫദംദമ അലൈഹിം റബ്ബുഹും ബിദംബിഹിം ഫസവ്വാഹാ, അവരിൽ ശിക്ഷ അല്ലാഹു തആല മൂടിയിട്ട് ഒരാളെ പോലും അല്ലാഹു ഒഴിവാക്കിയില്ലല്ലോ. എങ്ങനെയാ അല്ലാഹു തആല ശിക്ഷിച്ചത്? ഫഅമ്മാ സമൂദ് ഫൗഹ്ലികൂ ബിത്വാഖിയാ, പേടിപ്പെടുത്തുന്ന ഭയാനകരമായ ഒരു ഘോര ശബ്ദം അല്ലാഹു നൽകിയല്ലോ. ഹൃദയത്തെ ഭേദിക്കുന്ന, ആത്മാവുകളെ ഇല്ലാതാക്കുന്ന ശബ്ദം. അവരുടെ താമസ സ്ഥലങ്ങളും ശവശരീരങ്ങളും അല്ലാതെ മറ്റൊന്നും കാണപ്പെടാത്ത വിധം അവർ മരിച്ചു തീർന്നു പോയല്ലോ. എന്റെ പ്രിയമുള്ള വീടിനെ, ഈ അല്ലാഹുവിന്റെ കുന്നെന്ന് പറയുന്ന മന്ത്രത്തിന്റെ ശക്തിയുണ്ടല്ലോ, ആ ശക്തിയിലേക്ക് ശക്തിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.